ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കുറേ ആയി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബ്രേക്കാണ് എൻ്റെ വീഡിയോസിന്. ഒരു കൺസിസ്റ്റൻസി ഇല്ല. പക്ഷെ കൺസിസ്റ്റൻസി വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോറി എൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം എൻ്റെ വൺ ഓഫ് ദ ആർട്ട് ചെക്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഈ 2026 ഒരു സാധനമാണ് ടെമ്പറേച്ചർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ബട്ട് ഈ കൊല്ലം എന്തായാലും അത് ചെയ്യണം എന്ന് ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ട്. അപ്പം ജാനുവരി 1 മുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി ഇപ്പോൾ എല്ലാം കൂടി ഫെബ്രുവരി 15 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും തുടങ്ങാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ബ്ലാങ്കറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് എന്നുള്ള ഡിസിഷനാണ്. അതായത് ഇതൊരു 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. പലരും ഇട്ടേച്ച് പോവാം. പക്ഷേ ഞാൻ ഒരു 365 കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം ഈ ഡേറ്റ് വരെ ഉള്ളത് എനിക്ക് ചെയ്ത് തീർക്കണം. അപ്പം അതിൻ്റെ നമ്മൾ ഈ ടെമ്പറേച്ചർ ബ്ലാങ്കറ്റിന് ഒരു 3-4 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷനാണ്. അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ടേക്ക് പോവാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യാൺ കളർ സെലക്ഷനാണ്. ഞാനൊരു 7 കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 5 എണ്ണമേ ഇവിടേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി തേർഡ് സ്റ്റെപ്പാണ്. അതായത് സെലക്ട് ചെയ്ത കളേഴ്സ് ഏതൊക്കെ ടെമ്പറേച്ചേഴ്സിന് ആണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു കാർഡ് ബോർഡിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും, പിന്നീട് മറന്നു പോവാതിരിക്കാൻ. ഇതൊരു 365 ദിവസം നീളുന്നൊരു പ്രൊജക്റ്റാണല്ലോ. ഞാൻ ഈ ടെമ്പറേച്ചേഴ്സിന് 7 സോൺസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബിലോ 18°C ടു എബവ് 38°C. നമുക്ക് ഒരുപാട് ടൈപ്പ് ടെമ്പറേച്ചേഴ്സ് എടുക്കാം. ഒരു ദിവസത്തെ ഹൈ എടുക്കാം, ലോ എടുക്കാം. പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഒരു ദിവസത്തെ ആവറേജ് ആണ്. ടെമ്പറേച്ചർ തന്നെ എടുക്കണം എന്നുമില്ല. നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ എടുക്കാം, പ്രസിപ്പിറ്റേഷൻ്റെ എടുക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ടെമ്പറേച്ചർ എവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് meteostat.net എന്ന വെബ്സൈറ്റ് എടുക്കാം. എന്നിട്ട് സൈഡിലുള്ള സ്റ്റേഷൻ ഓർ പ്ലേസിൽ നമ്മുടെ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ പേജിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ നമുക്ക് വേണ്ട ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജാനുവരി ഉള്ളത് വേണം. നമ്മൾ ജാനുവരി മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. അവിടെ 3 ടൈപ്പ് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. ഹൈയും ലോയും പിന്നെ ആവറേജും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ആവറേജ് ടെമ്പറേച്ചറാണ്. അതിൽ ബോൾഡായിട്ടുള്ള ഡോട്ട് ഓരോ ദിവസമാണ്. അതിൽ നമുക്ക് ഇപ്പം ജാനുവരി മുഴുവൻ വേണ്ടതിനെ കൊണ്ട് മുഴുവൻ എഴുതിയെടുക്കാം. ഇനിയുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ബ്ലാങ്കറ്റ് ക്രോഷേ ചെയ്യാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് വരുന്ന ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. അത് 21.4 ആണ്. അത് നമുക്ക് ചാർട്ടുമായിട്ട് നോക്കുന്ന സമയത്ത് കളറ് ആക്വാ മറീൻ ആണ് വരുന്നത്. ഞാൻ എടുത്തേക്കുന്ന യാൺ എന്ന് പറയുന്നത് ആക്രിലിക് യാണാണ്. ഇതിന് ക്രൂഷറ്റ് ഹുക്ക് എന്ന് പറയുന്നത് 3.5 mm to 4.5 mm വരെയൊക്കെ പറ്റും. പക്ഷെ ഞാൻ എടുത്തത് 3.5 mm ആണ്. ആദ്യം തന്നെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാവേ. ഇവിടെ ഞാൻ ജാനുവരി 1 ചെയിൻ സ്റ്റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. 300 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയലും ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. 300 സ്റ്റിച്ചസ് ചെയ്തു. ഇനി കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജാനുവരി 2 ടെമ്പറേച്ചറും കൂടി നോക്കാം. 20.6. അത് നമ്മുടെ കളർ ചാർട്ടിൽ നോക്കുമ്പോൾ ആക്വ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് റൗണ്ടിലുള്ള എല്ലാ ചെയിൻ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേൻ്റെയും ടെമ്പറേച്ചർ നോക്കിയിട്ട് മാത്രം യാണ് കട്ട് ചെയ്താൽ മതിയേ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഷോർട്സിൽ ടെമ്പറേച്ചർ ബ്ലാങ്കറ്റിൻ്റെ പ്രോഗ്രസ് കാണിക്കാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.